ആരാ എങ്ങോട്ട് പോകുന്നു? ഒരു സിനിമയുടെ ലൊക്കേഷൻ നോക്കാൻ പോകും. അങ്ങോട്ട് പോകരുത്, ആ സ്ഥലം അത്ര നല്ലതല്ല. പൊയ്ക്കോ പൊയ്ക്കോ, അനുഭവിച്ചോളും. പോയവരാരും തിരിച്ചു വന്നിട്ടില്ലടോ. പൊയ്ക്കോ, അനുഭവിച്ചോളും. കൊള്ളാടാ, നമ്മുടെ കഥയ്ക്ക് പറ്റിയ ലൊക്കേഷൻ തന്നെ. എടാ, നമുക്ക് വെള്ളത്തിൽ മുങ്ങി മരിച്ച പെൺകുട്ടിയുടെ ആത്മാവ് ചെത്തുകാരന്റെ ദേഹത്ത് കയറുന്ന അവിടെ നിന്ന് തുടങ്ങിയെടുക്കാം. കാരണം അതിന് പറ്റിയ ലൊക്കേഷനാണ്. അല്ല, ഈ പെൺകുട്ടി എങ്ങനെ കൊല്ലപ്പെട്ടു എന്ന് കാണിക്കണ്ടേ? ഇല്ലടാ, പടം ത്രില്ലിംഗ് ആണെങ്കിൽ അതിനൊന്നും ആവശ്യമൊന്നും വരില്ല. അങ്ങനെയാണെങ്കിലേ ഫെബ്രുവരി 18 ക്യാമറ വെക്കാം. എന്താ? എടാ, അങ്ങനെയാണെങ്കിൽ ആ കൺട്രോളറെ വിളിച്ചിട്ടെ ആ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് ഒക്കെ ഒന്ന് കൺഫേം ചെയ്യും. എടാ, അതൊന്നും നോക്കാനില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ വിളിച്ചേക്കാം. എടാ, ഇവിടെ ഒട്ടും സിഗ്നൽ ഇല്ല. ആണോ? എടാ, സിഗ്നലേ ഇല്ല ഇവിടെ. അത് കണക്കിന് നന്നായിടാ, ഷൂട്ടിങ് വരെയൊക്കെ നടക്കുമല്ലോ. ആരാ നിങ്ങളൊക്കെ? ഞങ്ങളൊരു സിനിമ ചെയ്യുന്നുണ്ടായിരുന്നേ, അതിനൊന്ന് ലൊക്കേഷൻ നോക്കാൻ വേണ്ടി വന്നതാണ്. ചേട്ടന്മാർ ഇവിടെ അടുത്തുള്ളവരാണോ? അല്ല, ഞങ്ങൾ കുറച്ച് ദൂരെയുള്ളവരാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് പെട്ടുപോയത്. പിന്നെ തിരിച്ചു പോയിട്ടേ ഇല്ല. അത് ശരിയാണ്. ഇത്രയും നല്ല സ്ഥലം വിട്ടിട്ട് ആർക്കും എങ്ങും പോകാൻ തോന്നില്ല. ഇവിടെ കുറച്ചും കൂടി നിഗൂഢത നിറഞ്ഞ സ്ഥലമുണ്ടോ? ഇവിടെ നിഗൂഢതയേ ഉള്ളൂ. ചേട്ടാ, തിരക്കില്ലെങ്കിലേ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാട്ടിത്തരാമോ? തനിച്ചു വന്നാൽ കാട്ടിത്തരാം. ഇവിടുത്തെ നല്ല സ്ഥലം കാണിച്ചു തരാം. ആയിക്കോട്ടെ ഏട്ടാ, സന്തോഷം. നീ എന്നാ ചേട്ടനോട് പോയിക്കോ, സ്റ്റിൽ എടുക്കാൻ മറക്കരുത്. എന്നാ പിന്നെ പോകാം. പോകാം. ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇപ്പോൾ ആരൊക്കെയുണ്ടെന്ന് കൃത്യമായി അറിയില്ല. അത് ശരി, വീടുന്നാടൊക്കെ വിട്ട് ഇവിടെ തന്നെ അങ്ങോട്ട് കൂടിയല്ലേ? കൂടേണ്ടി വന്നു. ചേട്ടന്റെ ഒക്കെ ഫുൾ സപ്പോർട്ട്. നമ്മുടെ ഈ സിനിമ ചെയ്യുന്നവരുണ്ടോ കേട്ടോ. ചേട്ടാ, ഇവിടെയൊന്നും ആരും വരാറില്ല. ഇവിടൊക്കെ ആൾ സഞ്ചാരം കുറവാണ് കേട്ടോ. നല്ല സ്ഥലമൊക്കെയാണ്. ചേട്ടോ, ഇതുപോലെ വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ? ചേട്ടാ, ചേട്ടോ ചേട്ടോ, ചേട്ടോ ചേട്ടാ, ഇവിടെ ആരും വരാറില്ല. വർഷങ്ങൾക്ക് മുൻപ് ഇവിടെയാണ് ഞാൻ മരിച്ചു കിടന്നത്.
എടാ നമുക്ക് ഈ സ്ക്രിപ്റ്റ് ഒന്ന് പൊളിച്ചെഴുതണം. ഞാൻ കഥ ഒന്ന് ഓർത്തിട്ടെ വേറെ വർക്കൗട്ട് ആവണില്ല. ഇത് തന്നെയല്ലേ നിന്നോട് ഞാൻ ആദ്യം തൊട്ട് പറയുന്നത്. അവിടെ 2 പ്രേതമൊന്നും ശരിയാക്കടാ. ആ പ്രൊഡ്യൂസർ കിടന്ന് വിളിയോട് വിളിയാ, സൗകര്യം തരത്തില്ല. നിനക്കെന്താ പ്രശ്നം? അവൻ കിടന്ന് വിളിക്കട്ടെ. ഈ പടം പൊളിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഈ വിളി ആയിരിക്കില്ല അവൻ്റെ. നമുക്ക് എന്തായാലും ഇത് പൊളിച്ചെഴുതണം. എഴുതിയേ പറ്റൂ. എന്നിട്ട് തുടങ്ങിയാൽ മതി ഷൂട്ട്. എന്നാൽ അത് മതിടാ, നീ അങ്ങനെ ചെയ്താൽ മതി.